നമ്മുടെ കോവയ്ക്ക കറി. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, എല്ലാം കൊറിയനാണ്. കൊറിയൻ ഫുഡ് പാരഡൈസ്. ടെമ്പുരാൻ ചിക്കൻ സ്ക്വേഴ്സ്. നമ്മളെ കൊറിയൻ കൗണ്ടറിന് വേണ്ടി ചിക്കൻ ഇത് എല്ലാത്തിനും ഒരു മധുരമാണ് അല്ലേ, സ്പൈസി ആണെന്ന് പറഞ്ഞിട്ടൊക്കെ. നല്ല മധുരം. പെട്രോണ സ്റ്റോറിന് തൊട്ട് വെളിയിലുള്ള കാഴ്ചകളാണ്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, നമുക്ക് സിംഗപ്പൂരിലൊക്കെ കാണുന്നതിന്റെ തൊട്ട് കംപ്ലീറ്റ് പച്ചപ്പാണ് ഈ ബിൽഡിങ്ങിലൂടെ. ബസ്സിൽ കുറേ പേരുണ്ട്, അവരെല്ലാം ഇങ്ങനെ കോലാലംപൂർ എക്സൈറ്റഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. Once again, Petronas Towers. Bye bye. Of the port is at 335.7 meters. The rest of the tower below has a stairwell. ഇതാണ് KL ടവർ. 1995 ഈ ടവർ പണിതത്. ഒരു കമ്മ്യൂണിക്കേഷൻ ടവർ ആണ്. ഇന്നും ഇത് ലോകത്തിലെ 7th ലാർജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടവർ ആയിട്ട് നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ ഉള്ളത് KL ടവർ മലേഷ്യയിലാണ്. അവിടുത്തെ സ്കൈ. സോ ഇതാണ് കോലാലംപൂരിലെ സ്കൈ ഡെക്ക്. This is nice. And Varu? Wow. നിങ്ങൾ KL ടവറിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് മലേഷ്യയുടെ കംപ്ലീറ്റ് സ്കൈ ലൈൻ ആൻഡ് ഒരു ബേർഡ്സ് ഐ വ്യൂ കിട്ടും. സോ ഇറ്റ്സ് ഓൾവേസ് റെക്കമെൻഡഡ് ടു ഗോ ഫോർ ദിസ് സ്കൈ ഡെക്ക്. ഇതാണ് സ്കൈ ബോക്സ്. Amazing, right? Nice. ഇത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഇതിപ്പോ മലേഷ്യയിൽ വരുന്ന വേറൊരു ടവറാണ്. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് ടവർ? മെർഡിക്ക ടവർ. ഇത് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടവർ ആയിട്ട് ഇത് മാറും. ഈ വർഷം അവസാനത്തോടെ ഇതിന്റെ ഹാൻഡ് ഓവർ ഉണ്ടാവും. കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതായിരിക്കും മലേഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ടവർ. ആൻഡ് ഇതിനുശേഷം പെട്രോണാസ് വരും. അതിനുശേഷം തേർഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടവർ. അതിനുശേഷം വരുന്നത് നമ്മളിപ്പോ നിൽക്കുന്ന KL ടവർ ആണ്. നമ്മളിപ്പോ നിൽക്കുന്ന തന്നെ 300 meters അപ്പിലാണ്. കംപ്ലീറ്റ് ഒരു മലേഷ്യയുടെ 360 degree വ്യൂ കിട്ടും.